ഇന്ന് ഒക്ടോബർ 22 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജന്മദിനം. ഈ കാലയളവിനുള്ളിൽ ഒരു പരാജയം പോലും നേരിടാത്ത അജയ്യനായ നേതാവ് എങ്ങനെ ഈ നിലയിലെത്തി എന്ന് ഈ വാർത്ത പൂർണ്ണമായി പറയും. അതിൻ്റെ രേഖാചിത്രം വരച്ചു കാട്ടും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന പദവികളിൽ അദ്ദേഹം എന്തുകൊണ്ടും അർഹനാണ് എന്നുള്ളത് ഈ വാർത്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. RSSലൂടെ ABVPയിലും പിന്നെ BJPയിലും എത്തിയ നേതാവാണ് ശ്രീ അമിത്ഷാ. 1964 ഒക്ടോബർ 22 മുംബൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. പിന്നീട് 16-ാം വയസ്സിൽ RSSന്റെ ഭാഗമായി സ്വയം സേവകനായി പ്രവർത്തനം തുടങ്ങി. കോളേജ് പഠനകാലത്ത് അതായത് 1982 ഗുജറാത്തിൽ ABVPയുടെ ജോയിന്റ് സെക്രട്ടറിയായി പൊതുപ്രവർത്തനം ആരംഭിച്ചു. 1984 നാരായൺപൂരിൽ BJPയുടെ പോളിംഗ് ഏജന്റ് ആകുകയും അവിടെയുള്ള BJP വോട്ടുകൾ ഒന്നുപോലും ചോരാതെ പെട്ടിയിലെത്തിക്കുന്നതിനും അമിത്ഷായ്ക്കായി. 1987 യുവമോർച്ചയിൽ എത്തി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം അവിടെ ആരംഭിക്കുകയാണ്. 1989 BJPയുടെ അഹമ്മദാബാദ് യൂണിറ്റ് സെക്രട്ടറിയായി. രാമജന്മഭൂമി പ്രസ്ഥാനവുമായി അടുത്ത് ബന്ധപ്പെട്ട സജീവമായി പ്രവർത്തനം. പിന്നീട് മോദിയുടെ കൂടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഗുജറാത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് BJPയുടെ അടിത്തറ വിപുലമാക്കുകയായിരുന്നു. 1991 നടന്ന ഏകതാ യാത്രയുടെ ഗുജറാത്തിലെ മുഴുവൻ പരിപാടിയുടെ ഏകോപനവും അമിത്ഷായായിരുന്നു. ഇതിനിടയിൽ തന്നെ യുവമോർച്ച ഗുജറാത്തിൽ ശക്തിപ്പെടുത്തുന്നതും അമിത്ഷായുടെ ഒരു സമയത്ത് തന്നെയാണ്. 1997 സർഗേജിൽ നിന്ന് ആദ്യത്തെ നിയമസഭാ അംഗമായി അദ്ദേഹം വിജയിച്ചു. 2017 വരെ അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നു. ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. 2012 അദ്ദേഹം നരൻപുരയിൽ നിന്ന് അവസാനമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. 2017 കൂടി അദ്ദേഹം പിന്നെ കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചതും ശ്രീ അമിത്ഷായായിരുന്നു. 31-ാമത്തെ വയസ്സിൽ അമിത്ഷാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെയർമാനായി. 13 മാസം കൊണ്ട് പ്രതിസന്ധിയിലായ കോർപ്പറേഷനെ ലാഭകരമാക്കി മാറ്റുകയായിരുന്നു. 36-ാം വയസ്സിൽ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ ചെയർമാനായി. അദ്ദേഹം ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബാങ്കിന് 20.28 കോടി രൂപയുടെ കടമുണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് 6.6 കോടി ലാഭത്തിലേക്ക് എത്തി. ഇവിടെയാണ് അമിത്ഷാ എന്ന കേന്ദ്ര സഹകരണ മന്ത്രി ഈ സ്ഥാനത്തിന് എല്ലാം കൊണ്ടും യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം. 2002 മോദി മന്ത്രിസഭയിൽ അംഗമായി. ഒരുപക്ഷെ നരേന്ദ്രമോദി വളരെ മുൻകൂട്ടി കണ്ടിരുന്നു അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ എന്ന് ഇത് അടിവരയിടുന്നു. കാരണം അദ്ദേഹം അന്ന് 12 വകുപ്പുകളാണ് അമിത്ഷാ ഈ മോദി മന്ത്രിസഭയിൽ ഗുജറാത്തിൽ വഹിച്ചിരുന്നത്. ആഭ്യന്തരം, നിയമം, അതിർത്തി സുരക്ഷ, നിയമനിർമ്മാണം, അങ്ങനെയുള്ള വകുപ്പുകൾ 12 വകുപ്പുകൾ അദ്ദേഹം വഹിച്ചിരുന്നു. ആ വകുപ്പുകളുടെയൊക്കെ പ്രാഗൽഭ്യമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. പാർലമെന്റിലടക്കം പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോഴും അതിർത്തി സുരക്ഷയെക്കുറിച്ച് കൃത്യമായ ബോധവും അദ്ദേഹത്തിന് ലഭിച്ചത് ഈ ഗുജറാത്തിലെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. 2013 BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി മാറി. 2014 അമിത്ഷായ്ക്ക് ഒരു പുതിയ ദൗത്യം വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് അമിത്ഷായ്ക്ക് നൽകിയത്. അവിടെ NDA BJP സഖ്യം 42% വോട്ട് വിഹിതവും 73 സീറ്റും അമിത്ഷായുടെ നേതൃത്വത്തിൽ UPയിൽ BJP നേടി. 2014 BJPയുടെ ദേശീയ പ്രസിഡന്റായിട്ട് രാജ്യവ്യാപകമായി അദ്ദേഹം ഒരു യാത്രയും ക്യാമ്പയിനും നടത്തി. അന്ന് ആദ്യമായി തന്നെ 5 മാസത്തിനുള്ളിൽ 11 കോടി പുതിയ അംഗങ്ങൾ BJPയുടെ ഭാഗമായി. അങ്ങനെയാണ് BJP 11 കോടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയായി അക്കാലത്ത് മാറിയത്. പിന്നീട് അസം, ത്രിപുര, മണിപ്പൂർ, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ BJP അധികാരത്തിലേറ്റി. 2016 വീണ്ടും അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡന്റായി. സോമനാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയായി. 2017 ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം വിജയിച്ചു, കേന്ദ്രമന്ത്രിയായി. 2019 BJPയുടെ സംഘടന അടിത്തറ വിപുലമാക്കുന്നതിന് വേണ്ടി രാജ്യമെമ്പാടും സഞ്ചരിക്കുകയും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഒഡീഷയിലും, അതായത് BJP ദുർബലമായി ഉണ്ടായിരുന്ന ഒഡീഷയിലും പശ്ചിമ ബംഗാളും തെലങ്കാനയിലും അടക്കം BJPയെ ശക്തിപ്പെടുത്താനും പ്രതിപക്ഷമായി മാറാനും കഴിഞ്ഞു. ത്രിപുര പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ BJP ജയിച്ച് ഭരണത്തിലേറുന്നതിനും അമിത്ഷായുടെ കാലഘട്ടത്തിലാണ് അത് സാധ്യമായത്. BJPയെ രാജ്യമെമ്പാടും മുഖ്യ റോളിലേക്ക്, പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്ന റോളിലേക്കും അമിത്ഷാ മാറ്റിയെടുത്തു. പിന്നീട് അദ്ദേഹം ആദ്യമായിട്ട് ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു. 5,57,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അതായത് മൊത്തം പോൾ ചെയ്തതിൻ്റെ, ആകെ പോൾ ചെയ്തതിൻ്റെ 70% വോട്ടും അമിത്ഷാ നേടിയിരുന്നു. അദ്ദേഹം അധികാരം ഏറ്റ 2019 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. ഒപ്പം തന്നെ നക്സലിസത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു. 3 പുതിയ നിയമങ്ങൾ BNS, BNSS, BSA
2023 പുതിയ 3 നിയമങ്ങൾ, സൈബർ കുറ്റകൃത്യം, ദുരന്ത നിവാരണത്തിന് സീറോ കാഷ്വാലിറ്റി, പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം തുടങ്ങി വെച്ചു ശക്തമായി അത് മുൻപോട്ട് പോകുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനവും സമാധാനത്തിൻ്റെയും അജണ്ട നടപ്പാക്കുന്നതിന് അമിത്ഷാ പ്രധാന പങ്ക് വഹിച്ചു. 2025 അവതരിപ്പിച്ച സ്ത്രീ ശാക്തീകരണ ബില്ല്, ഒപ്പം തന്നെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ തുറുങ്കിലടയ്ക്കുന്നതിനുള്ള ഒരു പുതിയ ബില്ല് കൂടി അദ്ദേഹം അവതരിപ്പിച്ചു. രാജ്യത്തിന് 70 വർഷം കൊണ്ട് തീർക്കാൻ കഴിയാത്തൊരു വലിയ പ്രശ്നമാണ് അമിത്ഷാ അധികാരമേറ്റെടുത്ത് 70 ദിവസം കൊണ്ട് നടപ്പാക്കിയ, അതായിരുന്നു ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. അതുവരെ കാശ്മീരിന് പ്രത്യേക ഭരണഘടനയും പതാകയും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു പതാക, ഒരു ഭരണഘടന, ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് കാശ്മീർ മാറി. 2004-2009 വരെ കാശ്മീരിൽ ഉണ്ടായിരുന്ന അക്രമ ഭീകര സംഭവങ്ങൾ 2019-25, അതായത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായ അധികാരമേറ്റതിനു ശേഷം 86% കുറഞ്ഞു. ജമ്മു കാശ്മീരിൽ ആദ്യമായി നടന്ന ബ്ലോക്ക് ഡെവലപ്മെന്റ് തിരഞ്ഞെടുപ്പിൽ 98.3% ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 58.46% പേരെത്തി. ലോക്സഭയിലേക്ക് 63% ജനങ്ങളെയും പോളിംഗ് ബൂത്തിൽ ജമ്മു കാശ്മീരിൽ എത്തിക്കാൻ അമിത്ഷാ കഴിഞ്ഞു. മുമ്പ് ഇത്രയൊന്നും പോളിംഗ് നടക്കില്ലായിരുന്നു. വളരെ ചെറിയ പോളിംഗ് ശതമാനമായിരുന്നു. ഭീകരവാദികളുടെയും മറ്റുമൊക്കെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ലാതെ ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്ന കാഴ്ച. 2024 താഴ്വരയിലെ കല്ലേറ് പൂർണ്ണമായി അവസാനിച്ചു. ഒപ്പം തന്നെ തീവ്രവാദികളുടെ ശവസംസ്കാര ഘോഷയാത്രയും ചടങ്ങുകളും നിരോധിച്ചു. തുടർന്ന് NIAക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഇതുവരെ 23 സംഘടനകളെ ഈ രാജ്യത്ത് നിരോധിച്ചു. 2019 മാത്രം 9 സംഘടനകളാണ് നിരോധിച്ചത്. 2022 നമുക്കേവർക്കും അറിയാവുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിച്ചു. 15 സംസ്ഥാനങ്ങളിലായി ഒറ്റ ദിവസം കൊണ്ട് 90-ന് മുകളിൽ റെയ്ഡുകൾ നടത്തി. 100 കണക്കിന് PFI പ്രവർത്തകരെ പൊക്കി അകത്തിട്ടു. പിന്നീട് അദ്ദേഹത്തിന് നേതൃത്വം വന്ന മറ്റ് സഹായ ഓപ്പറേഷനുകൾ, ഓപ്പറേഷൻ ദോസ്ത് തുർക്കി ഭൂകമ്പത്തിനും മറ്റ് സിറിയയിലും മറ്റുമുണ്ടായ ഇതിലേക്ക് സഹായ ഹസ്തവുമായി എത്തി. ഓപ്പറേഷൻ സദ്ഭാവന വിയറ്റ്നാമിലേക്ക് നമ്മൾ അത്തരത്തിൽ നീങ്ങിയിരുന്നു. ഓപ്പറേഷൻ കരുണ അത് മ്യാൻമാറിലേക്കായിരുന്നു. ഒപ്പം തന്നെ സഹകരണ ബാങ്കിൻ്റെ മേഖലയിൽ 30 കോടി അംഗങ്ങൾക്ക് 8 ലക്ഷം സഹകരണ ബാങ്കിൻ്റെ ഡേറ്റകൾ കളക്ട് ചെയ്യുകയും 550 സഹകരണ ബാങ്കുകൾ GEMൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സമസ്ത മേഖലയിലും തോൽവി എന്തെന്നറിയാത്ത അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും, കൃത്യമായി പറഞ്ഞാൽ കൈവച്ച എല്ലാ മേഖലയിലും വെള്ളിക്കൊടി പാറിച്ച ഒരു നേതാവിന് കരുത്തായത് സംഘടനയുടെ പാരമ്പര്യം മാത്രമല്ല പ്രവർത്തന പരിചയവുമാണ്. അവിടെയാണ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയാത്തത്. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, അദ്ദേഹം സഹകരണ മന്ത്രിയുമാണ്. അതിനെതിരെ ഒന്നും സംസാരിക്കാൻ കഴിയാത്തതും അദ്ദേഹം സഹകരണ മേഖലയിൽ കേരളത്തിലടക്കം ഈ സഹകരണ മേഖലയിൽ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയിടാൻ കഴിയാത്തത് അദ്ദേഹത്തിന് ആ മേഖലയിലുള്ള വൈദഗ്ധ്യം കൊണ്ട് മാത്രമാണ്. ഏതായാലും അമിത്ഷായ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക്.